ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക്ബുക്ക്. ജാഷീസ് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലട പായസത്തിൻ്റെ അതേ ടെക്സ്ചറിൽ, എന്നാൽ അതിനേക്കാൾ അടിപൊളി ടേസ്റ്റിൽ പഞ്ചസാര ഒന്നും കാരമലൈസ് ചെയ്യാതെ തന്നെ നല്ല പിങ്ക് കളറിൽ അരമണിക്കൂറിന് ഉള്ളിലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ അട ചേർക്കുന്നില്ല, പക്ഷേ അടയ്ക്ക് പകരം ഒരു ചേരുവ ചേർക്കുന്നുണ്ട്. അത് അട അല്ലെന്ന് കുടിച്ച് നോക്കുമ്പോൾ ആർക്കും മനസ്സിലാകില്ല. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഇത് അറിയുന്നത് തന്നെയാകും. പിന്നെ പാലടയുടെ ഒരു കളറും ടേസ്റ്റും കിട്ടാനായിട്ട് മറ്റ് 2 ചേരുവകൾ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആദ്യം നമുക്ക് അടയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ചേരുവ എന്താണെന്ന് നോക്കാം. മക്രോണിയാണ്. പലർക്കും അറിയുന്നത് തന്നെയാണ്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പക്ഷെ നമുക്ക് ഈ രൂപത്തിൽ ഇത് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്രഷ് ചെയ്തെടുക്കാൻ പാകത്തിന് ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. മക്രോണി ബാക്കി വേവ് ആവേണ്ടത് പാലിൽ കിടന്നാണ്. എന്നാൽ മാത്രമേ നമുക്കത് കഴിക്കുമ്പോൾ മക്രോണി ടേസ്റ്റ് വരാതിരിക്കൂ. കുറച്ചധികം വെള്ളത്തിൽ തന്നെ നമുക്കിത് തിളപ്പിക്കാം. ഇപ്പം മക്രോണി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇതിനി നമുക്ക് ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്താൽ ഇതിങ്ങനെ ഇതുപോലെ കുഴഞ്ഞ പരുവത്തിലാണ് ഉണ്ടാവുക. അത് കുഴപ്പമില്ല, പാലിലിട്ട് തിളപ്പിക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിക്കോളും. ഇത് മുഴുവൻ നമുക്ക് പായസം വെക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മൊത്തം 4 കപ്പ് പാലാണ് പായസത്തിലേക്ക് എടുക്കുന്നത്. അതിലൊരു കപ്പ് പാല് മാത്രം ആദ്യം ചേർത്തിട്ട് നന്നായി ഇളക്കി മക്രോണിയും പാലും നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ബാക്കി 3 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. പക്ഷെ നമ്മുടെ ഈ പായസം പഞ്ചസാര ചേർത്തിട്ട് പോലും എല്ലാ ചേരുവകളും ചേർത്ത് വരുമ്പോൾ പാലട പായസത്തിനേക്കാളും നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് ഉണ്ടാവുക. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ക്രീമി ആകും. അപ്പോൾ പായസത്തിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ നിന്ന് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കാത്തത്. എന്തായാലും മധുരത്തിന് വേണ്ടി എന്താണോ ചേർക്കുന്നത് അതിപ്പോൾ പകുതി മാത്രം ചേർക്കുക. അതായത് പായസത്തിലേക്കുള്ള മുഴുവൻ പഞ്ചസാരയും ഇപ്പം തന്നെ ചേർക്കരുതെന്ന്. ഇപ്പം പാലൊക്കെ നന്നായി തിളച്ച് മക്രോണിയൊക്കെ നല്ല പോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ആ സമയം നമുക്കൊരു കാര്യം ചെയ്യാം. പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു 10 ഈത്തപ്പഴം ഞാൻ കുരൊക്കെ കളഞ്ഞ് തിളച്ച വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിരുന്നു. ഈത്തപ്പഴം എന്ന് കേൾക്കുമ്പോഴേ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് പോകാൻ വരട്ടെട്ടാ. നമ്മളിത് 2 ചേരുവകൾ കൂട്ടി അരച്ചെടുക്കുമ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും പായസത്തിൽ വരികയില്ല. അപ്പം നമുക്ക് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളത്തോടുക്കന് തന്നെ ഇത് അരച്ചെടുക്കാം. അതുകൊണ്ട് ഈത്തപ്പഴം കൂരൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിൽ കുതിർക്കാൻ. 1 കപ്പ് വെള്ളമാണ് ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇത് മിക്സിയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ഏലക്കായ കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് നേരിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. കാപ്പിപ്പൊടി ചേർത്തത് കൊണ്ട് ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റും പായസത്തിൽ അറിയില്ല. ഈത്തപ്പഴം ചേർത്തത് കൊണ്ട് കാപ്പിപ്പൊടിയുടെ ടേസ്റ്റും അറിയില്ല. എന്നാൽ ഇത് രണ്ടും ചേർത്തത് കൊണ്ട് നമ്മുടെ പായസത്തിന് നല്ലൊരു കളറും ഫ്ലേവറും കിട്ടുകയും ചെയ്യും. ഇനി ഇത് കൂടെ നന്നായി തിളച്ച് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നന്നായി കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടെങ്കിൽ കുറച്ചുകൂടെ തിളപ്പിച്ച പാൽ ചേർത്ത് ഒന്ന് ലൂസാക്കാം. ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ കുറുകും. പിന്നെ ഈത്തപ്പഴം ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ പായസത്തിലേക്ക് വേണ്ട മുഴുവൻ പഞ്ചസാരയും ചേർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഈത്തപ്പഴം കൂടെ ചേർക്കുമ്പോൾ ബാക്കി കൂടെ മധുരം നമ്മുടെ പായസത്തിന് ആയിക്കോളും.
നല്ല കിഡിലും ടേസ്റ്റുള്ളൊരു പായസമാണിത്. അടയ്ക്ക് പകരം ചേർത്തത് മക്രോണി ആണെന്നും പിന്നെ ഫ്ലേവറിനും കളറിനൊക്കെ വേണ്ടിയിട്ട് ഈത്തപ്പഴം കാപ്പിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പായസം കുടിക്കുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.